Good afternoon. Good afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മള് NABH പറ്റി പറഞ്ഞു അല്ലെ? NABH സ്റ്റാൻഡേർഡ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. എത്ര ചാപ്റ്റേഴ്സ് ആണ് NABH-നകത്തുള്ളത്? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് NABH-നകത്ത്? 10 chapters. എത്ര ചാപ്റ്റർ ഉണ്ട് NABH-നകത്ത്? 10 ചാപ്റ്റർ. ഓക്കെ, 10 ചാപ്റ്ററുകളും 100 സ്റ്റാൻഡേർഡുകളും 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സും അടങ്ങിയതാണ് അല്ലെ NABH ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് NABH-ന്റെ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് ഏതൊക്കെയാണ്? ഒരു NABH-ന്റെ അക്രഡിറ്റേഷൻ ലഭിക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് അവിടെ, അല്ലെങ്കിൽ എന്തെല്ലാം റിക്വയർമെന്റ്സുകൾ ഉണ്ട്, എന്തെല്ലാം എന്താ പറയാ ഡോക്യുമെന്റേഷൻസ് ആവശ്യമായിട്ടുണ്ട് അല്ലെ ഈ പറയുന്ന NABH-ന്റെ അക്രഡിറ്റേഷൻ കിട്ടാനായിട്ട്. രണ്ട് കാര്യങ്ങൾ, മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ മാനുവൽസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എന്തിനെ പറ്റിയുള്ള മാനുവൽസ് ആണ്? 3 കാര്യങ്ങളാണ്: ക്വാളിറ്റി, അതുപോലെ തന്നെ സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ. ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ട മാനുവലുകൾ നിർബന്ധമായിട്ടും എന്ത് സൂക്ഷിക്കേണ്ടതാണ്? ഒരു ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കണം. അത് മാത്രമല്ല, ഈ പറയുന്ന 3 മാനുവലുകൾ എല്ലാ വർഷവും എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം അല്ലെ. എല്ലാ വർഷവും അത് കൃത്യമായിട്ട് അസസ് ചെയ്തിട്ട് റിവൈസ് ചെയ്യേണ്ടത്. അപ്പൊ മാനുവൽസ് ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് കമ്മിറ്റികളാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലില് നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട കമ്മിറ്റികളാണ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു തോന്നുന്നുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ക്വാളിറ്റി സേഫ്റ്റി കമ്മിറ്റി, ഇതൊക്കെ അവർ എഴുതുന്നുണ്ട്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് മൂന്നാമത്തത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അഥവാ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അതിനകത്ത് നമുക്കൊരു 32 എണ്ണം പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. 32. ഓക്കെ, 32 എണ്ണം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ശരിയല്ലേ? പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ബാക്കിയുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഞാനിന്ന് ഓൾവേറ്റ് ചെയ്യാണ്. അപ്പൊ NABH നിർബന്ധമാക്കിയിട്ടുള്ള ഒരു 32 ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ആദ്യത്തെ ഓർമ്മയുണ്ടല്ലോ നമുക്ക്, ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിനെടുത്ത സമയം. ഇത് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഇതേ കാര്യങ്ങൾ തന്നെയാണ് അടുത്ത ഭാഗത്ത്, അടുത്ത പേജുകളൊക്കെ പറയുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ പോയിന്റുകൾ കൃത്യമായിട്ട് നോക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് കേട്ടോ. ഡിസ്ചാർജിനെടുത്ത സമയം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. അഡ്മിഷന് ശേഷം പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ വരുന്ന കേസുകളുടെ ശതമാനം. അതൊക്കെ ഇന്നലെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻസിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ ഡോക്ടേഴ്സ്, percentage of adherence to safety precautions by the staff working in diagnostics, percentage of medication charts with the error-prone abbreviation, then percentage of inpatients developing unfavorable drug reactions, percentage of unplanned return to operation theatre, and percentage of near misses. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നിയർ മിസ്സസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിൽ വരുന്ന തെറ്റുകളാവാം, ചില പാകപ്പിഴകളായിരിക്കാം, പിശകുകളായിരിക്കാം. പക്ഷെ ഭാഗ്യവശാലത് എന്താണ്, രോഗികൾക്കൊരു ദോഷം ഉണ്ടാക്കുന്നില്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ കേട്ടോ. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിയർ മിസ്സസ് കേസുകളുടെ ശതമാനമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതൊട്ട് നോക്കാം കേട്ടോ. അടുത്തത് നോക്കാം നമുക്ക്. ഇതുവരെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇവിടെ തന്നെ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് ഓക്കെ ആണോ എന്ന് പറയോ? ഓക്കെ, ശരി. അടുത്തത് കേട്ടോ, പെർസെന്റേജ് ഓഫ് medical records having
ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെപ്റ്റ്. അതാണ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെപ്റ്റ്. അതായത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള, അപൂർണമായിട്ടുള്ളതോ അല്ലെങ്കിൽ ശരിയല്ലാത്ത സമ്മതത്തോടു കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് പഠിച്ചതാണ് അല്ലെ. നമുക്കറിയാം ഒരു പേഷ്യന്റിന് ഒരു ട്രീറ്റ്മെന്റ് ആരംഭിക്കണമെങ്കിൽ, ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്ക്? ആ ഒരു പേഷ്യന്റിന് ഇൻഫോംഡ് കൺസെന്റ് നമുക്ക് ആവശ്യമാണ് അല്ലെ. ഒരിക്കലും ഒരു പേഷ്യന്റിന്റെ കൺസെന്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? അവർക്കൊരു ട്രീറ്റ്മെന്റോ പ്രൊസീജിയറോ ഒന്നും തുടങ്ങാൻ പോലും നമുക്ക് സാധിക്കില്ല. അപ്പൊ കൃത്യമായിട്ട് അവരുടെ സമ്മതത്തോടു കൂടി വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. മെഡിക്കൽ റെക്കോർഡ് പറഞ്ഞതാണ് അല്ലെ, പഠിച്ചൊരു ചാപ്റ്റർ. അപ്പോ ഇവിടെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള, ഇംപെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപൂർണമായിട്ടുള്ളതാവാം, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതായിരിക്കാം അല്ലെ. അപ്പൊ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിൽ, അതായത് ഇംപ്രോപ്പർ കൺസെന്റ് എന്നാണ് പറയുന്നത് അല്ലെ, ശരിയല്ലാത്ത രീതിയിലുള്ള സമ്മതത്തോടു കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളോ അതിന്റെ ശതമാനമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും കറക്റ്റ് ആവുന്നില്ല. ചിലപ്പോൾ ഒരു 1000 മെഡിക്കൽ റെക്കോർഡ് എടുത്താൽ ചിലപ്പോൾ അതില്, അല്ലെങ്കിൽ ഒരു 100 മെഡിക്കൽ റെക്കോർഡ് എടുത്താൽ ചിലപ്പോൾ അതിലൊരു 10-20 ഇങ്ങനത്തെ ആയിരിക്കും ഇംപെർഫെക്റ്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ കൺസെപ്റ്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ ആവാം സാധ്യതയുണ്ട്. അപ്പൊ അതും ഒരു എന്താണ്, ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ. എന്താണ് അവിടെ പറയുന്നത്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. ക്ലിയർ ആണല്ലോ. അടുത്തത് കേട്ടോ, പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. എന്താണ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ? എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? നമ്മുടെ ബ്ലഡ് ബാങ്കിനകത്ത് പഠിച്ചതാണ് അല്ലെ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം one person to another person അല്ലെ. നമ്മളൊരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില പ്രതികൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്റ്റൈൽ ആയിട്ടുള്ള, അപകടകരമായിട്ടുള്ള ചില സംഭവങ്ങളായിരിക്കാം. ഇപ്പൊ നമുക്കറിയാലോ, ട്രാൻസ്ഫ്യൂഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തില്ല. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റുകളും കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളും എല്ലാം നമ്മൾ നോക്കും അല്ലെ. അതുപോലെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ നടത്തുള്ളൂ. നമ്മൾ ബ്ലഡ് ബാങ്കിൽ പഠിച്ചൊരു കാര്യമാണ്. അപ്പൊ പ്രോപ്പർ അല്ലാത്ത രീതിയിലാണ് ട്രാൻസ്ഫ്യൂഷൻ നടക്കണമെങ്കിൽ അതുമൂലം പല പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പ്രതികൂലമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ചില പ്രതികൂലമായിട്ടുള്ള ചില സംഭവങ്ങൾ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ചില സംഭവങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ശതമാനം, അതും ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, അടുത്ത പോയിന്റ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് കേസസ് who received suitable prophylactic antibiotics within the specified time frame. എന്നിട്ട് വായിക്കാം, percentage of cases who received suitable prophylactic antibiotics within the specified time frame. അപ്പൊ നമ്മൾ ആദ്യം അറിയണം എന്താണ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാല്. എന്താണ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മൾ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു മേജർ സർജറി ഒക്കെ, മേജർ ആയിക്കോട്ടെ മൈനർ ആയിക്കോട്ടെ, സർജറികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള റിസ്ക് ആയിട്ടുള്ള ചില ആളുകളുണ്ടായിരിക്കും അല്ലെ. അല്ലെങ്കിൽ നമുക്കിപ്പോ വളരെ വീക്ക് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ആണ്, പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായി? പ്രത്യേകിച്ച് ഈ സർജറി ഒക്കെ കഴിയുന്ന സന്ദർഭത്തില് ചില ആളുകൾക്ക് സർജിക്കൽ സൈറ്റുകളിൽ ഇൻഫെക്ഷൻ വരാൻ റിസ്ക് ഉണ്ട്. ചിലപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഇൻഫെക്ഷൻ വരാൻ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പൊ അതിന് പ്രിവെന്റ് ചെയ്യാനായിട്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചില്ലേ, അതിനകത്ത് പറയുന്നില്ല ഇൻഫെക്ഷൻസ് വരാൻ റിസ്ക് ഉള്ള ചില കണ്ടീഷൻസും സാഹചര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. വയസ്സായിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകള് അവർക്കൊക്കെ ഓക്കെ കറക്റ്റ് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്.
അപ്പൊ അവർക്ക് അതിനൊരു മുന്നോടി ആ ഒരു ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു സ്പെസിഫൈഡ് ടൈം ലിമിറ്റ്, ഒരു നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ഇത്തരത്തില് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുള്ള കേസുകളുടെ ശതമാനം. അപ്പൊ അത്രയും കറക്റ്റ് ആയിട്ട് അവരുടെ ക്വാളിറ്റി കെയർ നടന്നിട്ടുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അല്ലെ. അതാണ് അവിടെ പറഞ്ഞത്. അതായത് സ്പെസിഫൈഡ് ടൈം ഫ്രെയിമിൽ നിർദ്ദിഷ്ട സമയപരിധിക്ക് ഈ പറയുന്ന പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ്, അനുയോജ്യമായിട്ടുള്ള പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനം, അതും എന്താണ്, ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് കേട്ടോ. അടുത്തതിലോട്ട് നോക്കാം നമുക്ക്. പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization's procedure to prevent hostile events like wrong site, wrong patient and wrong surgery have been adhered to. Okay, ഇതാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾക്കറിയാം, ഇപ്പൊ തെറ്റായ സ്ഥലത്ത് സർജറി ചെയ്യാം, റോങ് സൈറ്റിൽ സർജറി ചെയ്യാം, അല്ലെങ്കിൽ തെറ്റായ ആളുകൾ എന്ന് വെച്ചാൽ പേഷ്യൻസ് ഒക്കെ ആള് മാറി ചിലപ്പോൾ സർജറി ചെയ്യാം, അല്ലെങ്കിൽ റോങ് സർജറി, ഇപ്പൊ തെറ്റായ സർജറി ചെയ്യാന്ന് പറയുമ്പോൾ സർജറിയിൽ വരുന്ന മിസ്റ്റേക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സർജറി ആവശ്യമുള്ള കാര്യമാവണമെന്നില്ല, വലിയ കോംപ്ലിക്കേഷൻ അല്ലാത്ത കാര്യങ്ങൾക്ക് സർജറി ഒക്കെ ചെയ്യാം. അങ്ങനെയുള്ള പല ഹോസ്റ്റൈൽ ആയിട്ടുള്ള ചില പ്രതികൂലമായിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ചില സംഭവങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ചില പ്രൊസീജിയറുകൾ അവര് മുന്നോട്ട് വയ്ക്കും. അപ്പോ അത്തരം പ്രൊസീജിയറുകൾ പാലിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ശസ്ത്രക്രിയകളുടെ ശതമാനമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത്ര നീട്ടി വലിച്ചൊന്നും പറയണ്ട, എന്ത് പറഞ്ഞാൽ മതി, പെർസെന്റേജ് ഓഫ് സേഫ്റ്റി സർജറീസ്, ഇത്രയും ഓർത്താൽ മതി. സേഫ് ആയിട്ട് നടന്ന സർജറികളുടെ ശതമാനം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ്, റോങ് സർജറികളൊക്കെ നടക്കുന്ന കേസുകൾ വരാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റൽ ചില പ്രൊസീജിയറുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും. ആ ഒരു പ്രൊസീജിയറിൽ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ എണ്ണമാണ്, എണ്ണമല്ല അതിന്റെ ശതമാനമാണ് കേട്ടോ. ദാറ്റ് മീൻസ് പെർസെന്റേജ് ഓഫ് സേഫ് സർജറീസ്, സേഫ് ആയിട്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതും ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ നെറ്റിപ്പരത്തി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. Percentage of surgeries where the organization procedure to prevent the hostile events. Hostile എന്ന് പറഞ്ഞാൽ അപകടകരമായിട്ടുള്ളത്, dangerous ആയിട്ടുള്ള like the wrong site, wrong patient and wrong surgery have been adhered to. Okay, clear ആണ് വെച്ചിട്ടുണ്ടോ? അടുത്തതാണ് മെഡിക്കേഷൻ എറർ റേറ്റ് കേട്ടോ. ഇതാണ് മെഡിക്കേഷൻ എറർ റേറ്റ്. അതായത് മരുന്നുകളിൽ ഉണ്ടാകുന്ന പിശകുകൾ അല്ലെ, മരുന്നുകളിൽ വരുന്ന തെറ്റുകൾ. ഇപ്പൊ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്ന ആ ഒരു ഉപയോഗ രീതിയിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കിലാകും, ചിലപ്പോൾ മരുന്ന് എടുത്തു കൊടുക്കുന്നതിന് പറ്റിയ തെറ്റുകളായിരിക്കാം, മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്കുകളായിരിക്കാം, എന്ത് വേണമെങ്കിലാണ് അല്ലെ. മെഡിക്കേഷൻ എറർ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ മരുന്നുകൾ എഴുതി കൊടുക്കുന്ന സമയത്ത് തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ അതിനൊരു ഉപയോഗക്രമമുണ്ട്. അതല്ലാത്ത രീതിയിൽ നമ്മൾ മരുന്നുകൾ എടുത്തത് ചില രോഗികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അവര് കറക്റ്റ് ടൈമിന് കഴിക്കേണ്ട മരുന്ന് അവര് ചിലപ്പോൾ അത് തെറ്റിയൊക്കെ മാറിയെടുത്തൊക്കെ കഴിക്കും. ചിലപ്പോൾ രാവിലെ കഴിക്കാനുള്ളത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് രാവിലെ കഴിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് തന്നെ ചിലപ്പോൾ മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും എറർ വരാമെന്നാണ് പറഞ്ഞത്, വരുന്നല്ല സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങളുടെ ശതമാനം ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെഡിക്കേഷൻ എറർ റേറ്റ് കേട്ടോ. അതിപ്പോ ആരുടെ സൈഡിൽ നിന്നാവാം, ചിലപ്പോൾ പേഷ്യൻസ് സ്വയം എടുത്ത് കഴിക്കുമ്പോൾ വരുന്ന മെഡിക്കേഷൻ എററുകളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് മരുന്നുകൾ കൊടുക്കുന്നതിന് പറ്റിയിട്ടുള്ള പാകപ്പിഴകളായിരിക്കാം. ആ രീതിയിൽ അതെ ഓവർഡോസ് ഒക്കെ ആവാലോ, ഇത് അത് തന്നെ ഓവർഡോസ് ആവാം, ശരിയായിട്ടുള്ള ഡോസിലല്ല കൊടുക്കുന്നത്, എന്ത് സംഭവിക്കും, ഓവർഡോസ് ആവോ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങൾ കേട്ടോ. അങ്ങനെയുള്ളതിന്റെ ശതമാനമാണ് ഉദ്ദേശിക്കുന്നത് മെഡിക്കേഷൻ എറർ റേറ്റ്. അടുത്തതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് നമുക്കറിയാലോ, സർജറി കഴിഞ്ഞിട്ട് എത്ര ആളുകൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ കേസുകളുടെ ശതമാനമാണ് അല്ലെ. ചിലർക്ക് സർജറി കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ചിലപ്പോ എന്ത് വരും, ചിലപ്പോ സർജറി കഴിഞ്ഞ കാലത്ത് വരെ ചുമട്ടടിക്കോ ചൊറിച്ചിൽ വരോ, അല്ലെങ്കിൽ വല്ല പസ് വരെയോ, അങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മളൊരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ അല്ലെ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ നമ്മൾ അവിടെ പഠിച്ചതാണ്. അപ്പൊ അത്തരത്തില് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വന്നിട്ടുള്ളതിൽ അങ്ങനെയുള്ള കേസുകളുടെ ശതമാനമാണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടില്ലേ ഹോസ്പിറ്റലിൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്താണ്, ശരിക്കും ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, അടുത്ത നോക്കിക്കേ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU കേട്ടോ. ICU ഉണ്ടായിട്ടുള്ള മരണനിരക്ക് കേട്ടോ.
സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് റേറ്റ് ആണ് കേട്ടോ. ഡെത്ത് റേറ്റ് ആണ്, മരണനിരക്കാണ്. സോ സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU. ICUവിൽ നടന്ന മരണനിരക്കുകൾ കേട്ടോ, അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. കാരണം ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആളുകളായിരിക്കും ICUവിൽ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ചിലപ്പോൾ അവിടെ വെച്ച് മരണം സംഭവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അത്തരത്തിൽ ICUവിൽ നടന്നിട്ടുള്ള മരണനിരക്ക് കേട്ടോ, അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ പറയുന്നത് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. എന്താണ് പറയുന്നത്? റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. അതായത് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളോട് കൂടിയിട്ട് 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടി വരുന്ന കേസുകളുടെ മനസ്സിലായി കാണില്ല. സാധാരണ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമ്മൾ ആദ്യം എവിടേക്ക് പോകുന്ന? ഹോസ്പിറ്റലിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലോട്ടല്ലേ നമ്മൾ പോവാം. അവിടെ രോഗി എത്തുന്നു, അവിടെ രോഗിക്ക് ആവശ്യമായിട്ടുള്ള ചില ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഒരു പ്രൈമറി കൺസൾട്ടേഷൻസ് ഒക്കെ നടത്തിയിട്ട് രോഗിക്ക് മരുന്നുകളൊക്കെ കൊടുക്കുക. അതിനുശേഷം രോഗി അവിടെ വിടുകയാണ്, ഇവിടുന്ന് പോവാണ്, ആശുപത്രി വിടുകയാണ്. പക്ഷേ ഒരു 72 മണിക്കൂറുകൾക്കുള്ളിൽ ഇതേ സെയിം പ്രോബ്ലം ആയിട്ട് തന്നെ പേഷ്യന്റ് എവിടേക്ക് വരികയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരികയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആദ്യം കൊടുത്ത ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ഡയഗ്നോസിസ് അവിടെ നടത്തിയിട്ടുണ്ടാവില്ല. അതുപോലെ ശരിയായ രീതിയിൽ ചിലപ്പോൾ അവർക്ക് മെഡിസിൻസ് ക്വാളിറ്റി അഷുറൻസ് ആണ് കേട്ടോ, ക്വാളിറ്റി അഷുറൻസ് ആണ് NABH. അപ്പം അതിനകത്ത് അങ്ങനെ വരാമല്ലോ. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് വീണ്ടും എന്താണ്, ഒരു 72 മണിക്കൂറിനുള്ളിൽ സമാനമായിട്ടുള്ള പ്രശ്നങ്ങളോടുകൂടി തന്നെ പേഷ്യന്റ് എവിടേക്ക് വരികയാണ്? ഈ പറയുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ ശതമാനം ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് കേട്ടോ, റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലേ പറയുന്ന കാര്യങ്ങള്? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? പറയുന്ന പോയിന്റുകൾ ഓക്കെ ആണോ? ശരി, എല്ലാവരും ഇവിടെ പോയി? എന്റെ സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ക്ലിയർ ആണ്? അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എവിടെയായിരുന്നു? റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. അടുത്ത പോയിന്റ് കേട്ടോ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, catheter related urinary tract infection rate. അതാണ് catheter related urinary tract infection rate കേട്ടോ. catheter related ആയിട്ട്, catheter നമുക്കറിയാലോ ഒരു സ്മോൾ ട്യൂബ് ആണ് അല്ലെ. പ്രത്യേകിച്ച് എന്താണ്, catheterമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ റേറ്റ് നമ്മൾ ഇത് എവിടെ പഠിച്ചിട്ടുണ്ട്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സിവിയർ ആവുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് സംഭവിക്കും? കത്തീറ്ററുകൾ നമുക്ക് വെക്കേണ്ടതായ ഒരു സാഹചര്യം വരും. ഇത്തരം കത്തീറ്ററുകളിലൂടെ സ്മോൾ ട്യൂബിനകത്തുകൂടെ എന്ത് വരും? ഈ പറയുന്ന അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ ആ ഒരു കേസുകളാണ് കേട്ടോ കത്തീറ്റർ റിലേറ്റഡ് ആയിട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ റേറ്റ്, അതിന്റെ ഒരു ശതമാനമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കത്തീറ്റർ ഒക്കെ എന്താണെന്ന് നമുക്ക് അറിയാം കേട്ടോ, നമ്മൾ ഡയാലിസിസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? അതിനകത്തൊക്കെ പറയുന്നുണ്ട് കത്തീറ്റർ എന്താണ്. വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ് കേട്ടോ, വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്, വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ന്യൂമോണിയയുടെ നിരക്ക് കേട്ടോ. അതായത് വെന്റിലേറ്ററിൽ കിടക്കുന്ന വെച്ചാൽ അവർക്ക് എന്താണ്, ശ്വാസം വലിക്കാന്ന് വെച്ചാൽ അവർക്ക് ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടോട് വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവര് റേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിലൂടെ ഈ പറയുന്ന പോലെ ഇൻഫെക്ഷൻസ് ന്യൂമോണിയ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അത്തരത്തില് വെന്റിലേറ്റർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂമോണിയ, ഓക്കെ, ന്യൂമോണിയ റേറ്റ് അതും ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. ഇതാണ് സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തീറ്റർ തന്നെയാണ് കേട്ടോ. ദാറ്റ് ഇസ് കത്തീറ്റർ ദാറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ ദ നമ്മുടെ ലാർജ് വെയിൻ. നമ്മുടെ ലാർജ് വെയിനിന്റെ ഭാഗത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന കത്തീറ്ററുകളാണ്. ചിലപ്പോൾ നമ്മുടെ നെക്കിന്റെ ഭാഗത്തുള്ള വെയിൻ ആയിരിക്കാം, ചെസ്റ്റിന്റെ ഭാഗത്തുള്ളതായിരിക്കാം, നമ്മുടെ കൈത്തണ്ടയുടെ കൈയുടെ ഭാഗത്തുള്ള ലാർജ് വെയിനുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം വെയിനുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന കത്തീറ്ററുകളുണ്ട്. അതിനെയാണ് ഇവിടെ സെൻട്രൽ ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ
സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഇത്തരം കത്തീറ്ററുകളിലൂടെ എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഡയാലിസിസിൽ പഠിച്ചിട്ടില്ലേ? ഇതിലിരുന്ന് നമ്മള് AV കത്തീറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? ഷോർട്ട് ടേം ഹീമോ ഡയാലിസിസിൽ പഠിച്ചില്ലേ? നമ്മള് ഈ ഫിസ്റ്റുലയും ഗ്രാഫ്റ്റും പറഞ്ഞപ്പോ അവസാന കത്തീറ്റർ നമ്മൾ പറഞ്ഞു. അവിടെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ നെക്കിന്റെ ഭാഗത്താണ് കത്തീറ്റർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അല്ലെ? ഇങ്ങനെ കത്തീറ്റർ പ്ലേസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻസ്, അണുബാധകള് ശരീരത്തിനകത്ത് വ്യാപിക്കുകയും അത് രക്തത്തിൽ കലർന്ന് പിന്നെ ശരീരമാസകലം ഒരു അണുബാധ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെ? അങ്ങനെയുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ പറയുന്നത് കേട്ടോ. ഏതായിരുന്നു? സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. ഓക്കെ, അടുത്തത് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് കേട്ടോ. ഈ കംപ്ലൈൻസിന്റെ മീനിങ് പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. നമുക്കറിയാം കൈകളുടെ ശുചിത്വം അല്ലെ? കൈകളുടെ ശുചിത്വം പാലിക്കുന്നതിന്റെ റേറ്റ് ആണ്, അതിന്റെ നിരക്ക്, അതിന്റെ ശതമാനം. അതും നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടാണ് അല്ലെ? ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു എന്താ പറയാ സാനിറ്റേഷൻ മെത്തേഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാനിറ്റേഷൻ മെത്തേഡാണ്, ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അല്ലെ? എന്താണ് അത്? ഹാൻഡ് ഹൈജീൻ ആണ്. കൈകൾ എപ്പോഴും വാഷ് ചെയ്ത് ഹൈജീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നതിന്റെ നിരക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, പേഷ്യൻസ് ആയിക്കോട്ടെ, മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിക്കോട്ടെ, അവരെല്ലാവരും ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നതിന്റെ നിരക്ക്, അതിന്റെ ശതമാനം, അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. അടുത്തത് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. എന്താണ്? പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. അതായത് റീഷെഡ്യൂൾ ചെയ്യുന്ന സർജറികളുടെ ശതമാനം. ഇപ്പൊ ചില സർജറികൾ നമ്മൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ നടക്കണമെന്നില്ല, വിവിധ കാരണങ്ങളാണ്. ചിലപ്പോൾ ആ സമയത്ത് ഡോക്ടർക്ക് എന്തെങ്കിലും എമർജൻസി വന്നു, അല്ലെങ്കിൽ ഇപ്പൊ പേഷ്യന്റിന്റെ കണ്ടീഷൻ ചിലപ്പോൾ സ്റ്റേബിൾ അല്ലാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ സർജറി നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ചിലപ്പം ഒരു പർട്ടിക്കുലർ ടൈമിൽ നടക്കേണ്ട സർജറി എടുക്കും 3-4 മണിക്കൂറിലേക്ക് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാം അല്ലെ? ഒരു 3-4 മണിക്കൂർ വൈകിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ റീഷെഡ്യൂൾ ചെയ്യപ്പെടുന്ന സർജറികളുടെ ശതമാനം. ചില കേസുകളിൽ ചിലപ്പോൾ സർജറി അന്ന് നടക്കേണ്ട സർജറി ക്യാൻസൽ ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ ചില സർജറി പറഞ്ഞ സമയത്തിനേക്കാൾ ഒരു 3-4 മണിക്കൂർ നീട്ടി പിടിക്കേണ്ടി വന്നേക്കാം. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകില്ലേ? അപ്പൊ ആ രീതിയിൽ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. ക്ലിയർ ആണല്ലോ? അടുത്തത് ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. ഇങ്ങോട്ട് കേൾക്കാം. ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടേൺ അറൌണ്ട് ടൈം, ടേൺ അറൌണ്ട് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ് ആണ് കേട്ടോ. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്. നമ്മളൊരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ടേൺ അറൌണ്ട് ടൈം എന്ന് പറയാം. ഇവിടെ പറയുന്നത് എന്താണ്? ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. അതായത് നമ്മുടെ ബ്ലഡ് ബാങ്കിനകത്തോട്ട് നമുക്ക് എന്ത് വരും? ബ്ലഡ് കമ്പോണൻസിന്റെ റിക്വസിഷൻ വരും അല്ലെ? ആ റിക്വസിഷൻസ് വരുന്ന സമയം തൊട്ട് അതിന്റെ ഈ പറയുന്ന ആ ഒരു ബ്ലഡിനെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത് വരെയുള്ള ആ ഒരു ടൈമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടേൺ അറൌണ്ട് ടൈം ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത് ജനറലി എന്താണ്? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്. പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടേൺ അറൌണ്ട് ടൈം. ഇവിടെ എന്താണ്? ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. അതായത് ഒരു ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരികയാണ്. ആ ഒരു റിക്വസിഷൻ റിസീവ് ചെയ്യുന്നത് തുടങ്ങി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലഡിന്റെ ഓടിപ്പോയി നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യോ? ഇല്ല. കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ട്രാൻസ്ഫ്യൂഷൻ എത്തുന്നത് വരെയുള്ള ആ ഒരു ടൈമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബ്ലഡ് കമ്പോണൻസ് റിക്വസിഷൻ, ആ ഒരു റിക്വസിഷൻ റിസീവ് ചെയ്യുന്നത് തൊട്ട് ഏതെങ്കിലും ഒരു കമ്പോണന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്ലഡ് ബാങ്കിനകത്ത് റിക്വസിഷൻ വരും. ആ ഒരു റിക്വസിഷൻ സ്വീകരിക്കുന്ന സമയം തൊട്ട് അത് ട്രാൻസ്ഫ്യൂഷൻ എത്തുന്നത് വരെയുള്ള ആ ഒരു സമയം, അതാണ് അവിടുത്തെ ടേൺ അറൌണ്ട് ടൈം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. അടുത്തത് നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. അതായത് ICUവിലും വാർഡിലുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ. ICUവിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ICUവിൽ എത്രയാണ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ? എത്രയാ? ഓർമ്മയുടെ നിൽക്ക്. ICUവിൽ എത്രയാണ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറഞ്ഞേ? കറക്റ്റ് ആണ് കേട്ടോ സൗമ്യ. 1:1 or 1:2 ആവാം. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. 1:1 ആവാം, അല്ലെങ്കിൽ 1:2 ആവാം അല്ലെ? 2 പേഷ്യൻസിനായിട്ട് ഒരു നഴ്സ്, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് ഒരു നഴ്സ്.
അങ്ങനെയാണ് ICUവിലെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാർഡുകളിലുണ്ട് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. സുഖൈന ആസൂത്രണം കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ വരുന്നത് ഏതായിരുന്നു? യെസ്, വാർഡ്. വാർഡിൽ എങ്ങനെയാണ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ? സാധാരണ 1:6 ഒക്കെയാണ് കേട്ടോ. 1:6 ആണ് തോന്നുന്നു. 1:6 6 പേഷ്യൻസിനായിട്ട് ഒരു നഴ്സ്, ആ രീതിയിലൊക്കെയാണ് വാർഡിൽ ഒരു നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ. അപ്പൊ എങ്ങനെയാണെങ്കിലും ICUലും വാർഡ്സിലുള്ള ആ ഒരു നഴ്സ് ടു പേഷ്യന്റ് അനുപാതം അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ, വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഇതാണ് പറയുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എടുക്കുന്ന ടൈം വെയിറ്റിംഗ് ടൈം ആണ്. വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്, അതായത് ഒരു രോഗി ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ വരുമ്പോ തൊട്ട് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ വന്നിട്ട് അവര് ആ ഒരു ഡോക്ടറെ കാണുന്നത് വരെയുള്ള, ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വരെയുള്ള ഒരു സമയം, അതാണ് അവിടെ വെയിറ്റിംഗ് ടൈം ഉദ്ദേശിക്കുന്നത്. ലെങ്ത് ഓഫ് ടൈം ആണ് അല്ലെ, ഇറ്റ് ഇസ് ദ ലെങ്ത് ഓഫ് ടൈം ആണ്. അതായത് ഒരു രോഗി ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിൽ വന്നിട്ട് അവര് ഡോക്ടറെ കാണാൻ ചിലപ്പോൾ സമയം എടുക്കും അല്ലെ, ആ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് വെയിറ്റിംഗ് ടൈം ആണ് അല്ലെ. ആ ഒരു രോഗി പേഷ്യന്റ് സെറ്റിംഗ്സിൽ വരുന്നു, അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, അതിനുശേഷം ആ കൺസൾട്ടേഷൻ തുടങ്ങുന്നത് വരെയുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, ലെങ്ത് ഓഫ് ടൈം, അതാണ് അവിടെ വെയിറ്റിംഗ് ടൈം പറയുന്നത് കേട്ടോ. സോ വെയിറ്റിംഗ് ടൈം ഫോർ ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, കൺസൾട്ടിംഗ് ടൈം. ഓക്കെ, പിന്നെ വരുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. അങ്ങനെ ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക്സിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാല് നമ്മുടെ സാമ്പിള് കളക്ട് ചെയ്യുന്നത് തൊട്ട്, ലാബ് ആണെങ്കിൽ ലാബ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അവിടെയാണല്ലോ ഡയഗ്നോസ്റ്റിക്സ് നടക്കുന്നത്. അപ്പൊ അവിടെ എത്തുന്നത് തൊട്ട് നമ്മുടെ ആ ഒരു ഡയഗ്നോസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള ടൈമാണ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയാണ്. ഡയഗ്നോസ്റ്റിക്സ് എടുത്ത് കംപ്ലീറ്റ് ആകുന്നത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ ആ പേഷ്യന്റ് എത്തിയിട്ട് അവരുടെ ഡയഗ്നോസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സ്റേ ആണെങ്കിൽ എക്സ്റേ എടുക്കാൻ തുടങ്ങുന്ന ആ ഒരു ടൈം വരെ കേട്ടോ. അതാണ് എന്ത് വെയിറ്റിംഗ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെങ്ത് ഓഫ് ടൈം തന്നെ കേട്ടോ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. അടുത്തത് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. എന്താണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ? അതായത് ഈ പറയുന്ന നമുക്ക് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ആണ് അല്ലെ, അതായത് നമുക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ലഭ്യമല്ലാത്ത മരുന്നുകളുടെ ആ ഒരു റേറ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ എമർജൻസി മെഡിസിനുകളുടെ ലഭ്യമല്ലാത്ത എമർജൻസി മെഡിസിനുകൾ ഉണ്ടായിരിക്കും അല്ലെ, അതിന്റെ റേറ്റ്. ഇപ്പൊ സാധാരണ നമ്മുടെ ഗവൺമെന്റ് ഈ പറയുന്ന ഹോസ്പിറ്റലൊക്കെ സംഭവിക്കാറില്ലേ, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മെഡിസിൻസ് ചിലപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും, അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ. അപ്പൊ ആ രീതിയിൽ ഈ പറയുന്ന എമർജൻസി മെഡിക്കേഷൻസ്, അതായത് അടിയന്തര മരുന്നുകള് ലഭ്യമല്ലാത്ത എമർജൻസി മെഡിക്കേഷൻസുകളുടെ ആ ഒരു പെർസെന്റേജ്, ശതമാനം കേട്ടോ, അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ എന്താ പറയുന്നത്, പേഷ്യന്റ് ഫാൾട്ട് റേറ്റ്. എന്താണ് പറയുന്നത്, പേഷ്യന്റ് ഫാൾട്ട് റേറ്റ്. ഇവിടെ പേഷ്യന്റ് ഫാൾട്ട് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പേഷ്യൻസിന്റെ വീഴ്ച നിരക്ക് തന്നെയാണ് കേട്ടോ. വീഴ്ച നിരക്ക് കേട്ടോ, അത് പല കാരണങ്ങൾ കൊണ്ടാവാം. അതായത് ഈ പറയുന്ന വീഴാന്നുള്ള അർത്ഥം ഇവിടെ പേഷ്യൻസിന്റെ എണ്ണം കുറയാനുള്ള അർത്ഥമല്ല, ഫാൾ റേറ്റ് തന്നെയാണ് ശരിക്കും വീഴുന്ന. അതായത് ചില പേഷ്യൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, ചിലപ്പോൾ അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് വീണ് പോകുന്ന പേഷ്യൻസ്, ഇപ്പൊ ഫ്രാക്ചർ വന്ന് വീണ് പോകുന്ന പേഷ്യൻസ്, ചിലപ്പോൾ ഒരു സ്ലിപ്പറി ഫ്ലോർ ആണ്, അല്ലെങ്കിൽ ഇപ്പം അവർ നടക്കുന്ന വഴിയിൽ ഇപ്പൊ ഈ പറയുന്ന ലൈറ്റിങ്ങിന്റെ പ്രോബ്ലം, വെളിച്ചക്കുറവ് മൂലമൊക്കെ തെന്നി വീഴുക, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കേസുകളില്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു ഫാൾ റേറ്റ് ആണ് കേട്ടോ പേഷ്യന്റ് ഫാൾ റേറ്റ്. ഓക്കെ, പേഷ്യന്റ് ഫാളും വീഴാന്നാണല്ലോ, അതായത് അവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു സ്ലിപ്പറി ഫ്ലോർ കാരണോ വെളിച്ചക്കുറവ് മൂലം അല്ലെങ്കിൽ ഫ്രാക്ചർ സംബന്ധിച്ച് പെട്ടെന്ന് വീഴുകയോ അങ്ങനെയൊക്കെ പല അപകടങ്ങൾ വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഫാൾ റേറ്റ് ആണ് കേട്ടോ. അല്ല, ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ പേഷ്യന്റ് ഫാൾ റേറ്റിന് അങ്ങനെ ഒരു മീനിങ് ഉണ്ട്, അതായത് പേഷ്യന്റിന്റെ എണ്ണത്തിൽ വരുന്ന കുറവ്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, പേഷ്യന്റിന്റെ എണ്ണത്തിൽ വരുന്ന കുറവല്ല. ഓക്കെ, ഇതുവരെയുള്ള പോയിന്റുകൾ ഒന്ന് വായിക്കും കേട്ടോ. ഇതുവരെയുള്ള പോയിന്റുകൾ ഒന്ന് ജസ്റ്റ് വായിക്കും. ഞാനൊരു കാര്യം നോക്കട്ടെ.
അത് തന്നെയാണ് കേട്ടോ. ആരെങ്കിലും ചോദിച്ചാൽ പേര് പറഞ്ഞത് ഫാൾ റേറ്റ് എന്ന് പറയുമ്പോൾ ആ മീനിങ് അല്ല കേട്ടോ. അതായത് പേഷ്യന്റിന്റെ എണ്ണത്തിൽ വരുന്ന കുറവെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എണ്ണത്തിൽ വരുന്ന കുറവല്ല കേട്ടോ. പേഷ്യന്റ് വീഴുന്ന നിരക്ക് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ സെയിം സംശയം എനിക്കും വന്നതാണ്. പക്ഷെ അത് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ഫാൾ റേറ്റ് തന്നെ വീഴുന്ന നിരക്കാണ് കേട്ടോ. വീണു പോകുന്ന പേഷ്യൻസ് ചിലപ്പോൾ അത് ബെഡിന്റെ വീഴോ അല്ലെങ്കിൽ സ്ലിപ്പറി ഫ്ലോർ ആയതിന്റെ പേരിൽ അല്ലെങ്കിൽ വെളിച്ചക്കുറവ് മൂലമൊക്കെ വീഴുന്ന കേസുകൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അല്ലാണ്ട് അങ്ങനെയുണ്ട്, നിങ്ങൾ പറഞ്ഞൊരു അർത്ഥമുണ്ട്. അതായത് പേഷ്യന്റിന്റെ എണ്ണത്തിൽ വരുന്ന കുറവ്. അങ്ങനെ ആവാം, അതും ആവാം. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തതാണ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, അതായത് നമ്മൾക്ക് ഇപ്പൊ നീഡില് മൂലം വരുന്ന ചില ഇഞ്ചുറീസ് അല്ലെ. ഇപ്പൊ നമ്മൾ ഹാൻഡിന്റെ മറ്റൊക്കെ കയ്യിലൊക്കെ വെക്കുന്നുണ്ട്. അത് നോർമലി വരുന്നതാണ്. അല്ലാതെ ചിലപ്പോൾ അറിയാതെ നീഡിൽസ് മൂലം ഉണ്ടാകുന്ന ചില പരിക്കുകൾ, ചിലപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ ആ ഒരു ശതമാനമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. നീഡിൽ കുത്തുന്നത് മൂലം ഉണ്ടാകുന്ന ചില ഇഞ്ചുറീസുകള്, പരിക്കുകള് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കേസുകളുടെ ശതമാനം കേട്ടോ. അതെ, നീഡിലൂടെ ഇൻഫെക്ഷൻസ് വരാലോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇഞ്ചുറി വരിക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? അതിലൂടെ ഇൻഫെക്ഷൻസ് വരും അല്ലെ. നീഡിൽ സ്റ്റിക്ക് മൂലം ഇഞ്ചുറി സംഭവിക്കുന്നു, അതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നു. ആ ഇൻഫെക്ഷൻസ് നമ്മളെ വളരെ മോശമായിട്ട് ബാധിക്കും അല്ലെ. അങ്ങനെയുള്ള കേസുകളുടെ ശതമാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച് കേട്ടോ. അത് പ്രാക്ടിക്കൽ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. ഡോക്ടേഴ്സിനും നഴ്സിനും അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയുണ്ട് കേട്ടോ. സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ച്. ഇത് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും? രോഗിയുടെ വിവരങ്ങൾ അടുത്ത ഡോക്ടർക്ക് അടുത്ത നഴ്സിന് അവർ കൈമാറും. കണ്ടിട്ടില്ലേ? അപ്പൊ പകൽ സമയം ഫുൾ ഡേ ഡ്യൂട്ടി ഉള്ള നഴ്സുമാരാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവര് പിന്നെ നൈറ്റിൽ വേറെ നഴ്സ് ആയിരിക്കും കയറുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് നോക്കുന്ന രോഗികളെ പറ്റിയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ അവർ എന്ത് ചെയ്യും? അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ, ഇന്ന മരുന്നുകൾ കൊടുക്കുന്ന ഇന്ന സമയത്താണ്, ഇന്നതാണ് അവരുടെ കണ്ടീഷൻ എന്നുള്ള കാര്യങ്ങൾ അവര് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെ വളരെ സ്യൂട്ടബിൾ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഷിഫ്റ്റ് ചേഞ്ചിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്റെ എണ്ണം, അതിന്റെ ഒരു ശതമാനം, അതായത് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവറും മറ്റും അവിടെ നടക്കുന്നുണ്ടോ എന്നതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഒരു തരത്തിലെ പെർഫോമൻസിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. കാര്യം ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എങ്കിൽ കൂടിയും എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിനെ അളക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് ഇതൊക്കെ. അതാണ് ഉദ്ദേശിക്കുന്നത്. സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച്. അത് പ്രത്യേക ഡോക്ടേഴ്സിനുണ്ട്, നഴ്സസിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് കംപ്ലൈന്റ്സ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ് കേട്ടോ. ഇതാണ് കംപ്ലൈന്റ്സ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഈ പറയുന്ന മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷനില് ശരിക്കും പറഞ്ഞ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്നാണ് പറഞ്ഞത്. അല്ലാതുമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രഗ്സിന്റെ പേരുകള്, മെഡിസിന്റെ പേരുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ലെജിബിൾ ആയിട്ട് വളരെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ക്യാപിറ്റൽസിൽ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നതിന്റെ അത് പാലിക്കുന്നതിന്റെ ശതമാനം അങ്ങനെ എഴുതണം എന്നാണ് പറയുന്നത്. എല്ലാവരും എഴുതിക്കൊള്ളണമെന്നില്ല. പക്ഷെ പൊതുവെ ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ അതിന്റെ മരുന്നുകളുടെ ആ ഒരു പേരുകള് എല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എഴുതുന്നതിന്റെ, അങ്ങനെ പാലിക്കപ്പെടുന്നതിന്റെ ശതമാനം, അതും എന്താണ്? ഒരു ഈ പറയുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഇതാണ് ഈ പറയുന്ന 32 എണ്ണം. 32 എണ്ണം ഇതാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? 32 എണ്ണം ആണോ? ഈ 32 എണ്ണത്തിന്റെ ഫോർമുലകളാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? ക്വാളിറ്റി മാനേജ്മെന്റിനകത്ത് നമ്മൾ പഠിക്കുന്നത്. സെയിം കാര്യം തന്നെ അവിടെ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നു. അത് നമ്മൾ അതിന് ഓരോ 32 എണ്ണത്തിനും നമ്മളൊരു ഫോർമുലകളാണ് എവിടെ പഠിക്കുന്നത്? ക്വാളിറ്റി മാനേജ്മെന്റിനകത്ത് പഠിക്കുന്നത്. അപ്പൊ ഓർമ്മയുണ്ടോ ഇതൊക്കെ? എല്ലാം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇത് തന്നെയാണ് ഈ ഉള്ള ഭാഗത്ത് പറയുന്നത് കേട്ടോ. ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്, അതായത് പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിനെടുത്ത സമയം, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഡിസ്ചാർജിനെടുത്ത സമയം, അതുപോലെ അഡ്മിഷന് ശേഷം ബെഡ് സോർ ഉണ്ടാകുന്ന കേസുകളുടെ ശതമാനം, ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എണ്ണങ്ങളുടെ എണ്ണം, മോക്ക് ഡ്രിൽസിൽ വരുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം, അതുപോലെ തന്നെ എന്താണ്
ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ പ്രിക്കോഷൻസ് എടുക്കുന്ന അല്ലെങ്കിൽ പ്രിക്കോഷൻസ് കൃത്യമായിട്ട് പാലിക്കുന്ന സ്റ്റാഫുകളുടെ ശതമാനം, അതുപോലെ തന്നെ തെറ്റ് വരാൻ എറർ പ്രോൺ ആയിട്ടുള്ള അബ്രീവിയേഷൻസ് യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം, അതുപോലെ അൺഫേവറബിൾ ആയിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള മരുന്ന് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ആളുകളുടെ ശതമാനം, അതുപോലെ തന്നെ അൺപ്ലാനഡ് ആയിട്ട് അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആകസ്മികമായിട്ട് തിരിച്ചു പോകുന്ന കേസുകളുടെ, അതായത് ഒരു തവണ സർജറി കഴിഞ്ഞ് വന്നു വീണ്ടും ആകസ്മികമായിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകേണ്ടി വരുന്ന കേസുകൾ, അങ്ങനെയുള്ളതിന്റെ ശതമാനം, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്, അറിയാലോ നിയർ മിസ്സസ്, പിന്നെ ഈ പറയുന്ന ഇത് നമ്മൾ പറഞ്ഞത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളത്, അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതോ ശരിയല്ലാത്ത കൺസെന്റോട് കൂടിയിട്ടുള്ളതോ ആയ മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം, അതുപോലെ തന്നെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകളുടെ ശതമാനം, റിയാക്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ട്രാൻസ്ഫ്യൂഷൻ. എങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ്? വളരെ പ്രതികൂലമായിട്ടുള്ള ഹോസ്റ്റൈൽ ആയിട്ടുള്ള ചില റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളുടെ ശതമാനം, അതുപോലെ തന്നെ എന്താണ് ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ പ്രൊഫൈൽ ആക്റ്റീവ് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനം, അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് സേഫ്റ്റി സർജറീസ് അല്ലെ സേഫ് ആയിട്ട് നടന്ന സർജറികളുടെ ശതമാനം, മെഡിക്കേഷൻ എറർ റേറ്റ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്, മോർട്ടാലിറ്റി റേഷ്യോ അല്ലെ മോർട്ടാലിറ്റി റേറ്റ് മോർട്ടാലിറ്റി പെർസെന്റേജ് ഇൻ ICU നടന്നിട്ടുള്ള മരണനിരക്കുകള്, അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും സമാനമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് തിരിച്ചു പോകേണ്ടി വരുന്ന കേസുകളുടെ ശതമാനം, കത്തീറ്റർ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ നിരക്ക്, വെന്റിലേറ്റർ റിലേറ്റഡ് ആയിട്ട് വന്ന ന്യൂമോണിയ റേറ്റുകൾ, അതുപോലെ സെൻട്രൽ ലൈൻ വെച്ച് കത്തീറ്റർ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസുകളുടെ ശതമാനം, ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നതിന്റെ ശതമാനം, റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനം, അതുപോലെ തന്നെ ടേൺ അറൌണ്ട് ടൈമിൽ ഈ പറയുന്ന ബ്ലഡ് കമ്പോണൻസ് എന്താ പറയാ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ടേൺ അറൌണ്ട് ടൈം അല്ലെ, അതുപോലെ തന്നെ നേഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ, പിന്നെ വെയിറ്റിംഗ് ടൈം ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷനുകൾക്ക് എടുക്കുന്ന വെയിറ്റിംഗ് ടൈം, ഡയഗ്നോസ്റ്റിക്സിന് എടുക്കുന്ന വെയിറ്റിംഗ് ടൈം, പിന്നെ ഈ പറയുന്ന സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി അടിയന്തര മരുന്നുകൾ ലഭ്യമല്ലാത്ത അടിയന്തര മരുന്നുകളുടെ ശതമാനം, പേഷ്യന്റിന്റെ ഫോൺ റേറ്റ്, അതുപോലെ തന്നെ നീഡിൽ സ്റ്റിക്കർ ഇൻഷുറൻസിന്റെ നിരക്ക്, അങ്ങനെ വന്നിട്ടുള്ള സംഭവങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ നിരക്ക്, പിന്നെ ഈ പറയുന്ന ഷിഫ്റ്റ് ചെയ്ത സമയത്ത് സൂട്ടബിൾ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ട കേസുകളുടെ ശതമാനം, അതുപോലെ തന്നെ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി ആ ഒരു രീതിയിൽ എലിജിബിൾ ആയിട്ട് മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നതിന്റെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സാധാരണ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡ്രഗ്സിന്റെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് നിർബന്ധമായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കണം. എല്ലാവരും അത് ചെയ്യണമെന്നില്ല. അപ്പൊ അത് പാലിച്ചുകൊണ്ടുള്ള അത്തരം എലിജിബിൾ ആയിട്ട് മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ എഴുതണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ എഴുതിയിട്ടുള്ള കേസുകളുടെയൊക്കെ അത് ആ ഒരു ഇത് പാലിച്ചുകൊണ്ടുള്ളതിന്റെ ശതമാനം. ഓക്കെ, ഇത്രയാണ് 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ആണോ? മനസ്സിലായോ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കും, ഒരു 2 മിനിറ്റ് 32 എണ്ണം ഒന്ന് ക്ലിയർ ചെയ്ത് വായിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ, ഒന്ന് നോക്കട്ടെ. 2 മിനിറ്റ്സ് വായിക്കാം. വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ എല്ലാവരും? ഓരോ പോയിന്റ് ഒന്ന് വായിക്കുക കേട്ടോ, നിങ്ങളുടെ മനസ്സിലോട്ട് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വരുന്നുണ്ടോന്നു. ഓക്കെ ആണോ? ആ ഓക്കെ, വായിക്കും.
ശരി, പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. കഴിഞ്ഞു. ശരിക്കും പറഞ്ഞ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഏകദേശം അവസാനിച്ചു. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. ഇതേ പോയിന്റുകൾ തന്നെയാണ് ഇനി അടുത്തതും പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള കുറെ അത് നമ്മളിങ്ങനെ ഈ പറഞ്ഞ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നമ്മള് ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ് 32 പോയിന്റ്. ഇതിന് നമ്മളിങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണ് ഇനി പറയുന്നത്. ഇതേ സെയിം പോയിന്റ് തന്നെ, പക്ഷെ ചിലത് ഒന്നോ രണ്ടെണ്ണോ മാത്രം അഡീഷണൽ ആയിട്ട് ചില പോയിന്റുകൾ പറയും കേട്ടോ. അത് പിന്നെ പഠിച്ചാൽ മതി. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നമ്മൾ കഴിഞ്ഞു. എവിടുന്ന തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? NABH സ്റ്റാൻഡേർഡിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് റിക്വയർമെന്റ്സിനെ പറ്റിയാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. ആദ്യത്തെ റിക്വയർമെന്റ് മാനുവൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ റിക്വയർമെന്റ് കമ്പ്ലറ്റുകൾ വേണമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ പറഞ്ഞതാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലെ. അത് 32 എണ്ണം പറഞ്ഞു. ഇനി നാലാമത്തെ എന്താണ് വേണ്ടത്? നാലാമത്തെ റിക്വയർമെന്റ് എന്താണെന്ന് നോക്കിക്കേ. സൈനേജ് ആണ്. എന്താണ് സൈനേജ് കേട്ടോ. സൈനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈലിംഗ്വൽ എടുത്ത് പറയുന്നത് സൈനേജ് ദാറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് രോഗികളുടെ അവകാശങ്ങളും അവരുടെ റെസ്പോൺസിബിലിറ്റികളൊക്കെ കുറഞ്ഞത് 2 ഭാഷയിലെങ്കിലും എന്ത് ചെയ്തിരിക്കണം? ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അങ്ങനെ വേണം ഒരു ഹോസ്പിറ്റലിനകത്ത്. അതായത് മലയാളത്തിലും വേണം, ഇംഗ്ലീഷിലും വേണം അല്ലെ. 2 ഭാഷയിൽ. അത് ഈ പറയുന്ന ഒരു NABH സ്റ്റാൻഡേർഡിനായിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ് പറഞ്ഞത് കേട്ടോ. എന്താണ് സൈനേജ്? ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബൈലിംഗ്വൽ, 2 ലാംഗ്വേജിലെങ്കിലും. എന്താണ്? ദാറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് പേഷ്യന്റിന്റെ അവകാശങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളും ഉൾപ്പെടുന്ന രീതിയിൽ കുറഞ്ഞത് 2 ഭാഷയിലെങ്കിലും നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഓക്കെ, സൈനേജ് ഉണ്ടായിരിക്കണം. അത് ഏത് ബോർഡ് എടുത്തു കഴിഞ്ഞാലും എന്ത് സംഭവമാണെങ്കിലും അവിടെ 2 ഭാഷയിലെങ്കിലും എന്ത് ചെയ്തിരിക്കണം? അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഇൻക്ലൂഡിങ് എന്താണ്? പേഷ്യന്റിന്റെ റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരെ അങ്ങനെ വേണം ഡിസ്പ്ലേ ചെയ്യാൻ. ഓക്കെ, അതൊരു റിക്വയർമെന്റ് ആണ്. പിന്നെ വരുന്നത് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. എന്താണ് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്? നമുക്കറിയാം സ്റ്റാഫുകൾക്ക് അവർക്ക് വേണ്ട പരിശീലനങ്ങൾ, ട്രെയിനിങ്. ഏതൊരു ജോലിക്ക് കയറിയ ഒരു പ്രൊബേഷണറി പീരീഡ് ഉണ്ടാവുമല്ലോ. എന്നതുപോലെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് അല്ലെ, അവർക്ക് കൊടുക്കുന്ന പരിശീലനങ്ങളെ പറ്റിയുള്ള റെക്കോർഡ്സുകൾ അവിടെ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ അല്ലെ. അതായത് ഈ പ്രതിരോധ നടപടികൾ, കുത്തിവയ്പ്പുകളൊക്കെ പോലെയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടുള്ള സ്റ്റാഫുകളുടെ ആ ഒരു റെക്കോർഡ്സ് അതും ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കാര്യം ഈ പറയുന്ന സ്റ്റാഫുകളിലൂടെയാണ് നമുക്ക് ഹെൽത്ത് കെയർ സേവനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവരെപ്പോഴും എന്തായിരിക്കണം? വളരെ ഈ പറയുന്ന ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്ത് ഇമ്മ്യൂണൈസേഷൻ അല്ലെ, ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകളായിരിക്കണം അല്ലെ. അപ്പൊ അവരും എന്താണ്? ഇമ്മ്യൂണൈസേഷൻ നടത്തിയിരിക്കും. ആ രീതിയിലുള്ള സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ അല്ലെ, സ്റ്റാഫുകളുടെ ഈ പറയുന്ന ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടുള്ള സ്റ്റാഫുകൾ, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക റിക്വയർമെന്റ് ആണ് കേട്ടോ. പിന്നെ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള ആവശ്യകതകൾ. നമുക്കറിയാലോ ഏതൊരു ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ടുള്ള ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടെ ചട്ടങ്ങൾ, ഗൈഡ് ലൈൻസ് ഇതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഏതൊരു ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നത് അല്ലെ. നമ്മൾ എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ് ചാപ്റ്റർ പഠിച്ചില്ലേ? അതിനകത്ത് നമ്മൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിച്ചില്ല. പ്രാദേശികമായിട്ടുള്ള പല നിയമങ്ങളുണ്ട് അല്ലെ. അപ്പൊ എന്നതുപോലെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഈ പറയുന്ന ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ചട്ടങ്ങളും ഗൈഡ് ലൈൻസും ഒക്കെ അവിടെ നിർബന്ധമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അതും ഒരു റിക്വയർമെന്റ് ആണ്. അങ്ങനെ ഫോളോ ചെയ്യാത്ത ഹോസ്പിറ്റലിലാണെങ്കിൽ അവർക്ക് എന്ത് ലഭിക്കില്ല? അക്രഡിറ്റേഷൻ അവർക്ക് ലഭിക്കില്ല. ഓക്കെ, അതും ഒരു ഫാക്ടറാണ് കേട്ടോ, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. പിന്നെ വരുന്നത് ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months. അതായത് ഹോസ്പിറ്റലിന്റെ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നടത്തിയിരിക്കണം. അത് ഒരു വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ആണ് അല്ലെ. ഹോസ്പിറ്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത് 6 മാസത്തിൽ ഒരിക്കല് നിർബന്ധമായിട്ട് നടത്തിയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ എ ഇയർ. 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ എ ഇയർ. ഒരു വർഷത്തില് 2 എണ്ണം കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ എ ഇയർ. ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളെങ്കിലും അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അതൊരാവശ്യമാണ്. ഒരു വർഷത്തില് കേട്ടോ, ഈ ഇയർ ആണ് പറഞ്ഞത്. ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളെങ്കിലും അവിടെ നടപ്പിലാക്കിയിരിക്കണം. ഓക്കെ,
പിന്നെ എന്താണ് പറയുന്നത്? ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ടിംഗ്, reviewing an action on incidents. This could consist of a near miss, sentinel event or adverse events. എന്താണ് പറയുന്നത്? പിന്നെ വരുന്നതാണ് ഇൻസിഡന്റ് റിപ്പോർട്ട്. ഇൻസിഡന്റ് റിപ്പോർട്ട് ഇവിടെ ഇൻസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സംഭവങ്ങളാണ്. സംഭവം എന്ന് പറഞ്ഞാൽ നല്ലതോ ആണോ ചീത്തയാണോ, ഇവിടെ ഉദ്ദേശിക്കുന്നത് മോശമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഓക്കെ, മോശമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ലാബ് സംബന്ധമായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടൊക്കെ എന്ത് വേണമെങ്കിൽ നടക്കാം. അപ്പൊ അങ്ങനെ നടന്നിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഇൻസിഡൻസുകൾ, അതിന്റെ റിപ്പോർട്ടുകൾ കേട്ടോ, ഇൻസിഡന്റ് റിപ്പോർട്ടുകൾ, പ്രത്യേകിച്ച് ആ ഇൻസിഡന്റ് കൃത്യമായിട്ട് ഐഡന്റിഫിക്കേഷൻ, അതിന്റെ ഐഡന്റിഫൈ ചെയ്ത് ഇൻസിഡന്റ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി അതിനെ അവലോകനം ചെയ്ത് എന്ത് പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് ആ ഒരു ഇൻസിഡന്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് നിർബന്ധമായിട്ടും ഇവിടെ ഉണ്ടായിരിക്കണം, ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ദിസ് കുഡ് കൺസിസ്റ്റ് ഓഫ് എ നിയർ മിസ്, സെന്റിനൽ ഇവന്റ് ഓർ അഡ്വേഴ്സ് ഇവന്റ്. ഇവന്റ് എന്ന് നമ്മൾ പറഞ്ഞു, ഇൻസിഡന്റ് എന്ന് പറഞ്ഞല്ലോ, അതെന്തൊക്കെയാവാം? നിയർ മിസ് ആവാം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നിയർ മിസ് പ്രതികൂലം ഇങ്ങനെയുള്ള സംഭവങ്ങളാവാം. സെന്റിനൽ ഇവന്റ് ഓർ അഡ്വേഴ്സ് ഇവന്റ് സെയിം ഒരേ അർത്ഥമാണ് കേട്ടോ, മോശമായിട്ടുള്ള സംഭവങ്ങൾ. അതാണ് അവിടെ ഇൻസിഡന്റ് ഉദ്ദേശിക്കുന്നത്. നല്ല കാര്യങ്ങളല്ല, മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇൻസിഡന്റ്. അപ്പൊ അത്തരം ഇൻസിഡൻസുകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് അതിനെ അവലോകനം ചെയ്ത് എന്ത് പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഒരു ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കാം. ഇത്രയുമാണ് ഒരു NABH അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ NABH അക്രഡിറ്റേഷൻ ആയിട്ടുള്ള റിക്വയർമെന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. മൊത്തം 10 റിക്വയർമെന്റ്സ് ഉണ്ട് കേട്ടോ. ഒന്നാമത് നമ്മൾ പറഞ്ഞത് മാനുവൽസ് ആണ്. 3 കാര്യങ്ങളാണ്, അതായത് സേഫ്റ്റി, ക്വാളിറ്റി, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇത് 3ഉമായിട്ട് ബന്ധപ്പെട്ട മാനുവൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അത് ഓരോ വർഷവും നിർബന്ധമായിട്ടും അസസ് ചെയ്ത് റിവൈസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് കമ്മിറ്റികളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 8ഓളം കമ്മിറ്റികൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. മൂന്നാമത് നമ്മൾ പറഞ്ഞതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, അല്ലെ, KPI എന്നാണ് അറിയാം. പേരിൽ തന്നെയുണ്ട്, പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ്, അതിന്റെ പ്രകടനം മോണിറ്റർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങളാണ്. അതൊരു 32 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സൈനേജ് ആണ്, അല്ലെ, സൈനേജ് ഉണ്ടായിരിക്കും. 2 ഭാഷയിലെങ്കിലും സൈനേജ് ഉണ്ടായിരിക്കണം. സ്റ്റാഫുകളുടെ ട്രെയിനിങ് റെക്കോർഡ്, സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, അതായത് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളാണ് പാലിച്ചിരിക്കണം. അതുപോലെ ഹോസ്പിറ്റലിന്റെ വൈഡ് ആയിട്ടുള്ള ഇന്റേണൽ ഓഡിറ്റ് 6 മാസത്തിലൊരിക്കൽ നടത്തിയിരിക്കണം. ഒരു വർഷത്തിൽ 2 ക്വാളിറ്റി, അതായത് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളാണ് നടപ്പിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇൻസിഡന്റ് റിപ്പോർട്ടുകളും ഉണ്ടായിരിക്കണം. ഇൻസിഡന്റ് റിപ്പോർട്ട് വെറുതെ എഴുതി വെച്ചാൽ പോരാ, കറക്റ്റ് ആയിട്ട് ഇൻസിഡന്റ് ഐഡന്റിഫൈ ചെയ്ത അതിന്റെ റിപ്പോർട്ടുകളും അതിന്റെ റിവ്യൂയും അതുപോലെ തന്നെ അതിനായിട്ട് എടുത്ത പ്രിവെന്റീവ് മെഷേഴ്സ് ഉൾപ്പെടുന്ന രീതിയിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയുമാണ് NABHന്റെ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റിനകത്ത് നമ്മൾ പഠിച്ചത്. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് കേട്ടോ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. എന്താ സംഭവം ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് തന്നെ കേട്ടോ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലേ, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ അത് ഒന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിനെ പറയുന്ന മറ്റൊരു പേരാണിത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് പറയുന്നത്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഇനി ക്വാളിറ്റി ഇൻഡിക്കേറ്ററിനകത്ത് എന്താണ് ക്വാളിറ്റി, എന്താണ് ഇൻഡിക്കേറ്റർ, അതാണ് ഇനി അവിടെ പറയുന്നത് കേട്ടോ. ക്വാളിറ്റി refers to the degree of adherence to the pre-established criteria or standards. ഇപ്പൊ നമ്മൾ തുടക്കം തന്നെ പഠിച്ചൊരു പോയിന്റ് ആണ് അല്ലെ. ക്വാളിറ്റി എന്താണെന്നല്ലേ നമ്മൾ തുടക്കം തന്നെ പഠിച്ച സെന്റൻസ് എന്താ? ഈ ചാപ്റ്ററിന്റെ ക്വാളിറ്റി ആണ്. അതിനെ ഇവിടെ പറയുന്നത് ക്വാളിറ്റി refers to the degree of adherence to the pre-established criteria or standards. അല്ലെ, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അത് പാലിക്കുന്നതിന്റെ ആ ഒരു ഡിഗ്രി, അതിന്റെ ഒരു വ്യാപ്തി, അതിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂചകങ്ങളാണ് അല്ലെ. ഇൻഡിക്കേറ്റേഴ്സ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു നിശ്ചിത സമയത്തിന് ഒരു പീരീഡ് ഓഫ് ടൈമിനകത്ത്
നമ്മളൊരു ഹോസ്പിറ്റലിന്റെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അളക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷറിംഗ് ടൂൾസുകൾ അല്ലെ, അളവുകോലുകൾ, അതാണ് എന്ത് പറയുന്നത്, ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ അളക്കുന്നത് അല്ലെ. ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയിട്ടല്ലേ നമ്മൾ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്. അപ്പൊ അത് ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിന് വരാവുന്ന ചോദ്യമാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന് പറയുന്ന മറ്റു പേരെന്താണ്, അത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്നാണ് കേട്ടോ. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്താണ്, ഇൻഡിക്കേറ്റർ എന്താണ്, അത് മനസ്സിലാക്കി കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാൻ വരുന്ന കാര്യങ്ങൾ ഇതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളാണ് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് തിരിച്ചാണ് ഇനി പറയുന്നത് കേട്ടോ. വേറെ ഒന്നും നോക്കാം കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. KPI എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. KPD എന്താണ്, KPD കീ പെർഫോമൻസ് ഡ്രൈവർ എന്നാണ് കേട്ടോ. എന്താണ് പറയാ, കീ പെർഫോമൻസ് ഡ്രൈവർ. ഡ്രൈവർ എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയും ഡ്രൈവർ മീൻസ് മോട്ടീവ്സ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഡ്രൈവർ അല്ലെ. ഇപ്പൊ നിങ്ങൾക്കൊരു ഇന്റേണൽ ഡ്രൈവ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ കോഴ്സിന് വന്ന് എഴുതുന്നത് ഇങ്ങനെ പഠിക്കുന്നത് അല്ലെ. എന്നതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഡ്രൈവ്സ്, മോട്ടീവ്സ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡ്രൈവർ കേട്ടോ, അല്ലാണ്ട് മറ്റേ ഡ്രൈവർ അല്ല. കീ പെർഫോമൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എടുക്കുന്ന ഒരു എഫർട്ട് അല്ലെ, അവരുടെ ഒരു എഫർട്ട്, അതിനെടുക്കുന്ന ഒരു എന്താ പറയാ, ഒരു യജ്ഞം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവമാണ് KPD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കീ പെർഫോമൻസ് ഡ്രൈവർ, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ വേറെ, അതിന്റെ സെയിം തന്നെ, ചെറിയൊരു വ്യത്യാസമുണ്ട്. മറ്റൊരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പെർഫോമൻസ് അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില മെഷറിംഗ് ടൂൾസുകളാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അതിൽ എടുക്കുന്ന ഒരു എഫർട്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കീ പെർഫോമൻസ് ഡ്രൈവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്രൈവാണ്, മോട്ടീവ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പോവാണ്. സെയിം പോയിന്റുകൾ തന്നെയാണ്, നേരത്തെ പഠിച്ച സെയിം പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആക്കി വെക്കാൻ പറഞ്ഞത്. പിന്നെ വേറെ അഡീഷണൽ ആയിട്ട് പഠിക്കണ്ടല്ലോ. അപ്പൊ നോക്കണം കേട്ടോ. അപ്പൊ സ്റ്റോറി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നോക്കണം, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് വെച്ച് നോക്കണം, ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ICU, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ICU പറയാറുണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ ലാബുമായിട്ട് ബന്ധപ്പെട്ട് ഫാർമസി, ഫ്രണ്ട് ഓഫീസ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, HR, ഡിസ്ചാർജ് മെയിൻ്റനൻസ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് നമുക്ക് ഈ പറയുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ കാണാം. നോക്കാം. ആദ്യത്തെ എളുപ്പമാണ് കേട്ടോ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒന്നാമത്തെ നോക്കിക്കേ, അവിടെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഫർട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തി ആരായിരിക്കും, അവിടുത്തെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ നോക്കി ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യൻസ്. അവിടെ പറഞ്ഞ സെയിം പോയിന്റ് എങ്കിലേ ഇത്, അതായത് ഒരു പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിന്റെ എടുത്ത സമയം. നമ്മളിത് ചിന്തിക്കുമ്പോൾ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് കണക്ട് ചെയ്ത് ചിന്തിക്കണം കേട്ടോ. സോ ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യൻസ് അതിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ്, ഇത് വന്നിട്ടില്ല കേട്ടോ അവിടെ, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഇസ് ഡോക്യുമെന്റ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം. അതായത് കൃത്യമായിട്ടുള്ള നഴ്സിംഗ് കെയർ പ്ലാൻ, നഴ്സുമാരെ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് പേഷ്യൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കെയർ പ്ലാൻ തയ്യാറാക്കണം. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള കെയർ പ്ലാനോട് കൂടിയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം. അതവിടെ നമ്മൾ പറയാത്തൊരു പോയിന്റാണ് കേട്ടോ, അതവിടെ പറയാത്തൊരു പോയിന്റാണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ, ഇത് നമ്മൾ അവിടെ പറഞ്ഞതല്ലേ, മെഡിക്കേഷനിൽ വരുന്ന ആ ഒരു തെറ്റുകൾ അല്ലെ, പാകപ്പിഴകൾ, ചെറിയ പെശകുകളൊക്കെ. അതുപോലെ തന്നെ നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ് gathered and examined within the defined time frame. അതുപോലെ ഒരു നിശ്ചിത സമയത്തിന് ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യപ്പെട്ട സെന്റിനൽ ഇവന്റുകളുടെ നമ്പർ. സെന്റിനൽ ഇവന്റ് എവിടെയാ നമ്മൾ വായിച്ചേ, ഇൻസിഡന്റ് റിപ്പോർട്ടിനകത്ത് വായിച്ചില്ലേ, സെന്റിനൽ ഇവന്റ് അല്ലെ. അപ്പൊ എന്താണ് സെന്റിനൽ ഇവന്റ് എന്നതിനെ പറ്റിയിട്ട് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങളാണ്. നോക്കാം നമുക്ക്.
ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കട്ടെ. എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യണം. A sentinel event is defined as any unanticipated event in a healthcare setting that results in death or serious physical or psychological injury to a patient or patients not connected with a natural cause of the patient's illness. അതായത് സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എൻ അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് ആണ്. അൺആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ ആകസ്മികമായിട്ടുണ്ടാകുന്ന ചില സംഭവങ്ങളാണ്. അത്തരം സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷെ രോഗിയുടെ മരണത്തിനോ അല്ലെങ്കിൽ രോഗിക്ക് ഫിസിക്കലായിട്ടോ സൈക്കോളജിക്കലോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുന്ന പ്രതികൂല സംഭവങ്ങളായിരിക്കും. അതിനെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ? അതൊരു അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് ആണ് കേട്ടോ. ആകസ്മികമായിട്ടുണ്ടാകുന്ന സംഭവമാണ്. അതൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടാകുന്നതല്ല, ആകസ്മികമായിട്ട് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സംഭവങ്ങളാണ്. അത്തരം സംഭവങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു രോഗിയുടെ മരണത്തിനാവാം, അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, പ്രതികൂല സംഭവങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യന്റ്. അത് ഒരിക്കലും എന്താണ് രോഗിയുടെ യഥാർത്ഥത്തിലുള്ള രോഗം മൂലോ യഥാർത്ഥത്തിലുള്ള പ്രശ്നം കൊണ്ട് വരണമെന്നല്ല. ചിലപ്പോൾ ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആയിരിക്കാം. പക്ഷെ അയാൾ അവിടെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ വരികയാണ്. അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് അയാളെ ബാത്റൂമിന് തെന്നി വീണ് അയാള് തല പൊട്ടാന്ന് വിചാരിക്കും. അപ്പൊ എന്താണ് വന്നത്? ചെസ്റ്റ് പെയിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ പുള്ളി ബാത്റൂമിൽ കയറുമ്പോൾ തെന്നി വീണ് ആളുടെ തല പൊട്ടാണ്. അപ്പൊ അതെന്താണ്? അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് അല്ലേ? അങ്ങനെയുള്ള സംഭവങ്ങൾ. അത് ശരിക്കുള്ള പ്രശ്നം കൊണ്ട് വരുന്നതല്ല, യഥാർത്ഥ പ്രശ്നം കൊണ്ട് വരുന്നതല്ല. പക്ഷെ അവിടെ ചെന്നപ്പോ ആകസ്മികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മള് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. അറ്റാക്ക് കുക്കി വരുന്നതും അങ്ങനെയാണ് കേട്ടോ. അറ്റാക്ക് വേറെ എന്തെങ്കിലും ചികിത്സയ്ക്ക് വന്നു, പക്ഷെ അവിടെ വന്ന് പെട്ടെന്ന് അറ്റാക്ക് വന്ന ആള് പോവുകയാണെങ്കിൽ അതൊക്കെ സെന്റിനൽ ഇവന്റ് ആണ് കേട്ടോ. ആകസ്മികമായിട്ട് വരുന്ന സന്ദർഭങ്ങൾ, ഇപ്പൊ കയ്യോ കാലോ ഒടിഞ്ഞിട്ട് വന്ന ആളാണ്, അവിടെ വന്നപ്പോ അറ്റാക്ക് വന്ന ആള് മരിച്ചു. അപ്പൊ അതെന്താണ്? അത് സെന്റിനൽ ഇവന്റ് ആണ്. ഓക്കെ, അതെ. എല്ലാ പോയിന്റുകളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനിയുള്ള പോയിന്റുകൾ ഞാൻ അധികം എക്സ്പ്ലനേഷൻ ഒന്നും തരില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സെയിം കാര്യങ്ങൾ തന്നെ ഇവിടെ പറയുന്നത്. 1-2 മാത്രം എക്സ്ട്രാ വരുന്നുണ്ട്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ പറയാത്ത ചില പോയിന്റുകൾ 1-2 ഒക്കെ വരുന്നുണ്ട്. അത് ഞാൻ കൂടുതൽ പറയുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ അധികം പറഞ്ഞ സമയം കളയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ അത് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കും. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാന്ന് വെച്ചാൽ നമുക്ക് വൈൻഡ് ചെയ്യാം. ഞാൻ നിങ്ങളോട് ഇന്നലെ ഒരു കാര്യം ചോദിച്ചിരുന്നു. തീരുമാനിച്ചോ അതില? ഇത് കഴിഞ്ഞിട്ട് ഞാൻ ക്വാളിറ്റി മാനേജ്മെന്റ് എടുക്കുന്നതിന് ഞാൻ ചോദിച്ചിരുന്നു. എന്ത് വേണം? തീരുമാനിച്ചോ? നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തോ? ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ, ഞാൻ വേറെ ഒന്നുകൊണ്ടല്ല ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞത്. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പറഞ്ഞു പോകുന്നത്. ഇവിടെ ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഫോർമുലയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓർക്കാനും പഠിക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കേട്ടോ. ശരി. അറിയില്ല ജസീല, ഷെരീന മിസ്സിന്റെ കാര്യം അറിയില്ല കേട്ടോ, എങ്ങനെയാന്ന് അറിയില്ല. മിസ് എന്തായാലും ലോങ് ലീവ് എടുത്തതാണ്. മിസ് വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. മിസ്സിനോട് അന്വേഷണം പറയണോ? ഞാൻ പറയാം. മിസ്സിനെ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അതുകൊണ്ട് അന്വേഷണം പറയാം കേട്ടോ. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറയാറുണ്ട് മിസ്സിനോട്. നിങ്ങളെ വിളിച്ച് പറയാം കേട്ടോ. ഓക്കെ, നിങ്ങളെയും തിരിച്ച് അന്വേഷിക്കാറുണ്ട് കേട്ടോ മിസ്, പറയട്ടെ. അപ്പൊ ശരി കേട്ടോ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.